ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടവളിയുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ബാംഗ്ലൂർ സ്പെഷ്യാലിറ്റീസ്, ബാംഗ്ലൂരിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ബാംഗ്ലൂർ അല്ലെങ്കിൽ ബംഗളൂരു കർണാടകയുടെ തലസ്ഥാനവും കർണാടകയിലെ ഏറ്റവും വലിയ നഗരവുമാണ് ബാംഗ്ലൂർ എന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8 ദശലക്ഷത്തിലധികമാണ്. ഇവിടുത്തെ മെട്രോപൊളിറ്റൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 ദശലക്ഷത്തിലധികമാണ്. കർണാടകയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം, അതോടൊപ്പം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒന്നാമത്തെ നഗരം, അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ നഗരം, ലോക നഗരങ്ങളിൽ ഏറ്റവും വലിയ നഗരങ്ങളിൽ 27ാം സ്ഥാനമാണ്. വേൾഡ് വൈഡ് ലോക നഗരങ്ങളിൽ 27ാം സ്ഥാനമാണ് ബാംഗ്ലൂരിനുള്ളത്. അതോടൊപ്പം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്നത്. ലോക നഗരങ്ങളിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് വളരുന്നൊരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ IT ക്യാപിറ്റൽ എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയാം. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്, ടോപ്പ് 5 നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ എന്നത്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ജനവാസം ഉള്ളതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് BC 20 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മറ്റ് വെളിനാടുകളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് വ്യാപാരം നടന്നിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം നഗരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് AD 890 ആ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇത് കണ്ടെത്തിയത് കർണാടകയിലെ ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രമായ നാഗേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ശിലാലിഖിതം അനുസരിച്ചാണ് ഇങ്ങനെ AD 890 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നഗരത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ജനവാസമുള്ളതായിട്ട് പറയുന്നത്. പക്ഷേ നഗരം സ്ഥാപിച്ചത് 1537 1537 വിജയ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അന്നത്തെ വിജയ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന കെമ്പെ കൗഡയാണ് അന്നൊരു മൺകോട്ട നിർമ്മിക്കുന്നു. അതാണ് ഇന്ന് കാണുന്ന ഈ ബാംഗ്ലൂരായിട്ട് വളർന്ന് പന്തലിച്ചത്. അങ്ങനെയായിരുന്നു ബാംഗ്ലൂരിൻ്റെ തുടക്കം. 1537 മൺകോട്ട സ്ഥാപിച്ചത്. പിന്നീട് 1799 ആയപ്പോഴേക്കും ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി മാറുകയും 1809 ആയപ്പോഴേക്കും നഗരം പതിയെ വളഞ്ഞുവനായിട്ട് ആരംഭിച്ചു. പിന്നീട് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് മൈസൂർ സംസ്ഥാനത്തിന് ക്യാപിറ്റലായി. പിന്നീട് 1956 സംസ്ഥാനം വിപുലീകരിച്ചപ്പോഴും ഇത് ക്യാപിറ്റലായി തുടർന്നു, തലസ്ഥാനമായി തുടർന്നു. പിന്നീട് 1973 കർണാടക എന്ന് പുനർനാമകരണം ചെയ്തു. മൈസൂരിനെ കർണാടക എന്ന് പുനർനാമകരണം ചെയ്തപ്പോഴും ക്യാപിറ്റലായി തുടർന്നു. പിന്നീട് 2006 ബാംഗ്ലൂർ എന്നത് കന്നഡ നാമമായ ബംഗളൂരു എന്നാക്കുവാനായിട്ട് തീരുമാനമെടുത്തു. 2014 ഇതിനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ എന്നത് ബംഗളൂരു എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് 5 നഗരങ്ങളിലൊന്ന്, ടൂറിസ്റ്റുകളെയും വളരെയധികം ആകർഷിക്കുന്ന നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 27ാമത്തെ നഗരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.